ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഇനി നമുക്ക് ചില കണക്കുകൾ നോക്കാം. ഇന്ത്യയിൽ 1990-കളിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഏകദേശം 57 കുഞ്ഞുങ്ങൾ ആദ്യത്തെ 28 ദിവസത്തിനുള്ളിലായിട്ട് മരണപ്പെട്ടിരുന്നു. ഇന്ന് ഇന്ത്യയിൽ അതേ കണക്ക് 17 താഴെയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ നിയോനേറ്റൽ ഡെത്ത്സ് 1000 കുഞ്ഞുങ്ങളിൽ 4 താഴെ മാത്രമാണ്. അതായത് ഇന്ന് കൂടുതൽ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു. അതിനർത്ഥം കോംപ്ലിക്കേഷൻസ് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുന്നു, ചികിത്സ നേരത്തെ കൊടുക്കാൻ പറ്റുന്നു. പണ്ടൊക്കെ അൾട്രാസൗണ്ട് ഇല്ല, ഫീറ്റൽ മോണിറ്ററിംഗ് ഇല്ല, എമർജൻസി കെയർ ഒക്കെ ഒത്തിരി ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഒക്കെ നേരത്തെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അന്ന് ഉണ്ടായിരുന്നത് ഈസി ഡെലിവറി അല്ല, റിസ്കുകൾ മനസ്സിലാക്കാതെ പോയ ഡെലിവറീസ് ആണ്. ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും കുഞ്ഞിന് കിട്ടുന്ന ഓക്സിജൻ സപ്ലൈ, ബ്രെയിൻ പ്രൊട്ടക്ഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് സമയത്തെ ഡിലേ മതി ഓക്സിജൻ കുറയാനും ലൈഫ് ലോങ് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഫീറ്റൽ മോണിറ്ററിങ്ങും NICU കെയർ, ആവശ്യം വന്നാൽ വേണ്ടി എമർജൻസി C-സെക്ഷൻ ഒക്കെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനായിട്ട് വളരെ അത്യാവശ്യമാണ്. ഗർഭാവസ്ഥ ഒരിക്കലും ഒരു അസുഖമൊന്നുമല്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ഹൈ റിസ്ക് സ്പേസ് ആണ്. ഓരോ ഗർഭിണികളും വ്യത്യസ്തരാണ്. നമ്മുടെ ലക്ഷ്യം സേഫ് ഡെലിവറി ഉണ്ടായിരിക്കുക, ബേബി ആൻഡ് മദർ ഹെൽത്തി ആയിരിക്കുക എന്നതാണ്.